ഹലോ ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട വെച്ചിട്ട് ഒരു ഐറ്റമാണ്. എന്താണെന്നല്ലേ? മുട്ട ബജി. അതും വെറും മുട്ട ബജി അല്ല, ഒരു സ്പെഷ്യൽ മുട്ട ബജി. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം ഈ 3 മുട്ട നമുക്ക് പുഴുങ്ങാനായിട്ടിടാം. ഓക്കെ, അതൊന്ന് പുഴുങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു മസാല ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മസാലയ്ക്കായിട്ട് വേണ്ടതൊരു സവാള, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, ചെറുതായിട്ട് അരിയണം കേട്ടോ, സവാള ആയാലും. എന്നിട്ട് നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കണം. പെരുംജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഓക്കെ, അതൊന്ന് മിക്സ് ആക്കിയിട്ട് അതൊന്ന് ഒരു ബ്രൗണിഷ് കളറൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയില്ലേ, സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. അങ്ങനെ മിക്സ് ചെയ്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഒരു സവാളയൊക്കെ ഒരു ബ്രൗണിഷ് കളറാക്കി എടുക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ഇതിലേക്ക് മെയിനായിട്ട് ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കുമ്പോഴാണല്ലോ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടുക. അങ്ങനെ നമ്മൾ അതിന് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി മിക്സാക്കി വെക്കാം. എന്നിട്ട് ഇത് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ഇടാൻ കുറച്ച് പൊടികൾ വേണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല കുറേശ്ശെ മതി കേട്ടോ. എന്നിട്ട് അത് ഇതിലേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറും വരത്തേക്ക് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് വെക്കുക. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ഉപ്പ്, എരിവ് ഒക്കെ കറക്റ്റാണെന്ന് നോക്കണം കേട്ടോ. ഞാൻ അങ്ങനെ നോക്കുന്ന ടൈമിൽ എനിക്ക് കുറച്ച് എരിവ് കുറവായിട്ട് തോന്നി. അപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി വെക്കാം. അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട എടുത്ത് നല്ലപോലെ ക്ലീനാക്കി അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് ക്ലീനാക്കി കറക്റ്റ് 2ആയിട്ട് സെൻറ്ററിൽ നിന്ന് കട്ടാക്കുക. എന്നിട്ട് അതിൻ്റെ വെള്ള മാറ്റി വെച്ചിട്ട് അതിൻ്റെ മഞ്ഞ മാത്രം എടുക്കുക. ഓക്കെ, മഞ്ഞ ബോൾസ് മാത്രം എടുത്തിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ഉള്ളി മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് പൊടിച്ച് നല്ലപോലെ മിക്സാക്കാം. നല്ല മസാലയും ആ ഉണ്ണിയെല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ മറ്റേ കട്ട് ചെയ്ത് വെച്ച വെള്ളയിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളൊരു ബാറ്റർ തയ്യാറാക്കണം. കുറച്ച് മൈദ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം. ഓക്കെ, അങ്ങ് ലൂസായി പോകരുത്. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയില്ലേ അതെടുത്ത് ആ മാവിലേക്ക് വെക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തും ഒക്കെ നല്ലപോലെ മാവാക്കിയിട്ട് നല്ലപോലെ കോട്ട് ചെയ്യുക. ആ മുട്ട നല്ലപോലെ മാവിൽ കോട്ട് ചെയ്തിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ആ എണ്ണയിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ മുകളിലത്തെ മാവ് ഇങ്ങനെ ഒഴുക്കി താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് കട്ടിയിൽ മാവ് എടുക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം അന്നേരം നമ്മൾ കുറച്ച് മാവും കൂടി എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പം കട്ടിയിലാണെങ്കിൽ അധികം അങ്ങനെ ഒഴുകി പോവില്ല. ഓക്കെ, എന്നിട്ട് നമ്മളങ്ങനെ ഓരോ പീസായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അത് ഒരു സൈഡ് നല്ലപോലെ വെന്ത് ഒരു എന്താ പറയുക കട്ടിയായതിന് ശേഷം മാത്രമേ നമ്മളതെടുത്ത് തിരിച്ചിടാവൂ. അല്ലെങ്കിൽ ഈ ഒരു മാവ് പൊട്ടിപ്പോവും. അപ്പം നമുക്കൊരു എന്താ പറയുക നല്ലൊരു കോട്ടിങ് കിട്ടത്തില്ല. ഓക്കെ, അപ്പം നല്ല പോലെ മൊരിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അത് തിരിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഫുള്ള് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇങ്ങനെ മാവൊക്കെ ഊർന്നു പോയ സ്ഥലങ്ങളിൽ വേണമെങ്കിൽ ഒന്നും കൂടി കുറച്ച് സ്പൂൺ വെച്ചിട്ട് മാവ് ഒഴിച്ച് കോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ തിരിച്ച് മറിച്ചു വിട്ട് ചെറിയ തീയിൽ നല്ല ക്രിസ്പി ആക്കി എടുക്കാം. ഓക്കെ, ചൂടെണ്ണയാണ്, കയ്യിലൊന്നും വീഴാതെ നോക്കണം. അപ്പോൾ അങ്ങനെ മൂപ്പിച്ചെടുക്കുക. അപ്പം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ പെതുക്കെ ഒരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിപ്പോൾ വൈകിട്ട്
ഒരു ചായയുടെയോ അല്ലെങ്കിൽ ഒരു കോഫീൻ്റെയോ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് എളുപ്പമാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ടേസ്റ്റിയാണ്, സ്പൈസിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.